ഹായ്. ഒരു യാത്ര കഴിഞ്ഞിട്ടുള്ള വരവാട്ടോ. സ്ഥലം മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ വയനാട് നിന്ന് തിരിച്ചു വരികയാണ്. ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഒന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇത് ഏത് ബീച്ചാണെന്നൊന്നും അറിയില്ല. അങ്ങനെ തൊട്ടടുത്ത് കണ്ട കടൽ എവിടെയാണോ അവിടെ കയറാമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഏതാണ് സ്ഥലം? കോഴിക്കോട് കുറേ ബീച്ചുകളുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ദാ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. നട്ടുച്ചക്ക് കടൽ കാണാൻ വന്ന ഞങ്ങളെപ്പോലെയുള്ള പ്രാന്തന്മാർ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്. വെയിൽ കൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥ എന്ന് പറയില്ലേ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അച്ചു കരഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അച്ചുവിനെ കയറ്റണില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് ഒരേ ഒരു വാശിയിലാണ്. വേറൊന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ നനച്ചിട്ട് ഇതും സ്കൂട്ടിയിൽ ഏറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇവിടെ നിന്ന് കടൽ കാണുക. എനിക്കും മക്കൾക്കും തീരെ പറ്റാത്ത കാര്യമാണ് കേട്ടോ കടൽ കാണാൻ വരല്ലേ. കടൽ കാണലല്ലല്ലോ, കടലിൽ ഇറങ്ങി ആസ്വദിക്കുമ്പോഴല്ലേ ഏറ്റവും നമുക്ക് ഇഷ്ടം തോന്നുക. പലർക്കും പല രീതിയിലാണല്ലേ കടലിനെ ആസ്വദിക്കൽ. ചിലർ കടലിൻ്റെ അടുത്ത് വന്നിരുന്ന് കണ്ട് ആസ്വദിക്കും, ചിലർ അതിൽ ഇറങ്ങിയിട്ട് ആസ്വദിക്കും. ഞങ്ങളിങ്ങനെ ഇറങ്ങി വെള്ളം നനച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നനയണം. അതാണ് ഞങ്ങളെ ആസ്വാദനം കേട്ടോ. വെറുതെ നിന്ന് കടൽ കാണുന്നതിൽ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഞങ്ങൾ മനസ്സോടെ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. കാരണം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നനഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടിമേ കയറ്റില്ല, നടന്ന് വരേണ്ടി വരും, അല്ലെങ്കിൽ ബസ്സിൽ കയറി വരേണ്ടി വരും. ബസ് പിന്നെ പണ്ടേ അലർജിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്ന് വെള്ളത്തിൽ തൊട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് സമ്മതം കിട്ടിയാലോ. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറില്ല എന്നുള്ള അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇറക്കാത്തത്. അപ്പോൾ അമലു താടിക്കും കൈ വെച്ചിരിക്കുകയാണ്. പിന്നെ അച്ചു അവിടെ നിന്ന് കുറച്ച് പോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. നല്ല വെയിൽ കൊണ്ട് വന്നതുകൊണ്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പൊന്നുമില്ല. പിന്നെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ അസിഡിക് പ്രോബ്ലം വരാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശപ്പില്ല കേട്ടോ. മക്കൾക്കുമില്ല ഞങ്ങൾക്കുമില്ല. വെറുതെ ഇങ്ങനെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവർ ഈ കല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. മാമി ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എടുക്കണ്ട കേട്ടോ, എന്തെങ്കിലും സാധനങ്ങളാവുന്നു. ഓരോ കല്ലിൻ്റെ ഉള്ളിലും കാലിടുന്നുണ്ട്. ചിലപ്പോൾ വല്ല പാമ്പും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിപ്പിക്കുമ്പോൾ അപ്പം ഇങ്ങോട്ട് തിരിച്ചും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെള്ളത്തിലൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാല് നനച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനും വിളി തുടങ്ങിയിട്ട്. അതവിടെ ഈ ഫെസ്റ്റ് എന്തോ ഉണ്ട്, പണി തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളിത് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഒക്കെ അത് വർക്കിംഗ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതാ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമൽഷാന് വേഗം പോയി. കാരണം അമൽഷാന് പേടിയുണ്ട്. നല്ല ഉത്തരവാദിത്തമുള്ള മോനായതുകൊണ്ട് അവൻ വേഗം പോയി. ഞാനും അച്ഛനും പിന്നെ വെള്ളത്തിൽ ഇപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങി പോവും ഞങ്ങൾ. കടൽ കണ്ടു കഴിഞ്ഞാൽ കടലിലോട്ട് ഇറങ്ങി പോവും ഞാനും അച്ഛനും. അങ്ങനെ ലാസ്റ്റ് വെള്ളം നനച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇനി പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു ചീത്തയും കേൾക്കുന്നുണ്ട്, കാലുമ്പോൾ മണ്ണാക്കിയിട്ട് വന്നതിന്. അപ്പോൾ മണ്ണൊക്കെ ഞങ്ങളൊന്ന് തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്കൂട്ടിമേ അച്ചു ഫ്രണ്ടിലിരിക്കുമ്പോൾ കാലുമെന്ന് മണ്ണ് താഴെ ഇങ്ങനെ വീഴുമല്ലോ. അപ്പം അതുകൊണ്ട് അച്ചുവിന് ഇത് കിട്ടി കേട്ടോ, കല്ലുമ്മക്കായൻ്റെ. ഞങ്ങളിപ്പോൾ ഈ യാത്രയിൽ തന്നെ 2 തവണ കല്ലുമ്മക്കായ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇതാ അച്ചുവിന് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ അച്ചു ഗെയിം കളിക്കുകയാണ് അത്ര. കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ലൈവ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കർമ്മയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തി. കർമ്മയിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നല്ല
ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല കാറ്റുണ്ട് കർമ്മയിൽ. അങ്ങനെ ആകെ വയ്യാതായി എന്ന് പറയാം. വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതാണ്, അതിൻ്റെ ക്ഷീണമാണ്. ഇനി വീട്ടിൽ പോയിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.